ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചെറിയ വിശേഷ ദിവസമാണ്, അതായത് ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ 6 മണിക്കായിരുന്നു എണീറ്റത്. പക്ഷേ ഞാൻ ഈ ക്ലോക്ക് ഞാൻ ചുമ്മാ എന്തിനാണ് സൂം ചെയ്ത് കാണിച്ചതെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എഡിറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാൻ നേരമാണ് ഞാനൊന്ന് സമയം ഒന്ന് നോക്കുന്നത് ക്ലിയറായിട്ട്. അതിനകത്ത് 7 മണി എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ 6 മണിക്കാണ് എണീറ്റത് ഗൈസ്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഐഷുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഉമ്മയും മാപ്പിയും വന്നിട്ടുണ്ട് ഐഷുവിൻ്റെ ഡാൻസ് കാണാൻ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഉമ്മയും മാപ്പിയും കാണാൻ വരുന്നത്. ഉമ്മയും ഉപ്പായും ഡാൻസ് എൻ്റെ കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ദിവസം പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വിളിച്ച് വരുത്തിയതാണ് അവളുടെ ഡാൻസ് കാണാൻ അവൾ തന്നെ. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് എന്താ പറയുക, ഫുഡൊക്കെ ഞാൻ ഓൾറെഡി തലേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും ചിക്കൻ കറിയും ആയിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു ഉമ്മക്ക്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനില്ല, കാരണം ഫുഡൊക്കെ റെഡിയാണ്. അത് കഴിച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഐറൂസിന് ഒരു കുറുക്കും കൂടി ഉണ്ടാക്കണം. കുറുക്കും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പം വേറെ പണിയൊന്നുമില്ല. തൂത്തത് ഉമ്മ തൂക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറുക്ക് ഞാൻ ഉണ്ടാക്കി എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം സ്നാക്സും കൂടി എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാമെന്ന് പ്ലാൻ ഇട്ടായിരുന്നു. അപ്പം എന്ത് ചെയ്തു, ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. ഏത്തപ്പഴം ഞാൻ എന്ത് ചെയ്തു, സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ് ഐഷുവിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്ത് വെച്ചു. വേഗം എളുപ്പ പണിയും കൂടി ആണല്ലോ, ഹെൽത്തിയും കൂടിയാണ്. പഞ്ചസാര ഹെൽത്തി അല്ല, സോറി, ഏത്തപ്പഴം ഹെൽത്തിയാണ്, നെയ്യും ഹെൽത്തിയാണ്, ഷുഗർ ഹെൽത്തി അല്ല. അങ്ങനെ അതെല്ലാം ഞാൻ ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിമണീസിനെ എണീപ്പിക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ എണീക്കത്തില്ല രണ്ടുപേരും. ലൈറ്റ് വരെ ഞാൻ ഓണാക്കിയിട്ടിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് പോയത്, പക്ഷേ രണ്ടുപേരും എണീറ്റില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ കൊഞ്ചിച്ച് വിളിച്ച് രണ്ടുപേരും ഇങ്ങനെ ഒന്ന് എണീറ്റു. ഐറൂസ് അപ്പം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല അവൾ ഒരു 5 മിനിറ്റെങ്കിലും അവൾ വീണ്ടും കിടന്നുറങ്ങി. രണ്ടുപേരെയും നേരത്തെ എണീപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അത് ഐഷുവിനാണ് ഏറ്റവും വലിയ ടാസ്ക്. ഐറൂസിന് പിന്നെയും കുഴപ്പമില്ല, കുറുക്കായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുമല്ലോ, അതായത് ഇറക്കി പോകുമല്ലോ. പക്ഷേ ഐഷുവിന് അങ്ങനെയല്ല, ഭയങ്കര ടാസ്ക്കാണ്. അവൾ വായി വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും ഞാൻ കുളിപ്പിച്ചു, ഫുഡൊക്കെ കൊടുത്തു, റെഡിയാക്കി. ഇനി എനിക്ക് ഫ്രഷ് ആവണം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ, ഞാൻ ഒരുക്കിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഞാൻ പോയി ഫ്രഷ് ആവുന്നത്. അപ്പോൾ ബാഗ് വരെ ഞാൻ പാക്ക് ചെയ്തു. അതായത് ഇന്നലെ രാത്രി തന്നെ കോസ്റ്റ്യൂംസൊക്കെ, ഐഷുവിനൊരു ഡ്രസ് കോസ്റ്റ്യൂമുണ്ട്, അപ്പോൾ അതെല്ലാം ഞാൻ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ടു ഒരുങ്ങി നിന്നു. ഞാൻ അതായത് കുളിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ഓട്ടോ വന്നു. ഞങ്ങൾ 8 മണിക്ക് ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞതായിരുന്നു 8 മണിക്ക് വരണേന്ന്. അവർ കറക്റ്റ് 8 മണിക്ക് വന്നു. പക്ഷേ ഞങ്ങൾ 8:30 ഞങ്ങൾ ഇറങ്ങിയത് ഗൈസ്. വെപ്രാളത്തിൽ ഞങ്ങൾ അത്രയും നേരത്തെ ഇറങ്ങണ്ട എന്ന് വിചാരിച്ച് പോയി സ്കൂളെത്തിയപ്പം. കാരണം 9:30 തുടങ്ങുന്ന പറഞ്ഞ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് 10:30 ആവുന്നു, അടുത്തായപ്പോഴാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഐഷുവിൻ്റെ സ്കൂളെന്ന് പറയുന്നത്. ഇതിന് മുന്നേ വേറെ അവിടെ പഴയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പഴയ ബിൽഡിംഗ് ആയിരുന്നു. പിന്നെ ഇതിപ്പുറത്ത് പുതിയ ബിൽഡിങ് പണിതായിരുന്നു. നല്ല ഇതായിട്ട്, അതായത് ക്ലാസ് മോള് 3 നില വരെ ഉണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഓഡിറ്റോറിയം ഉള്ളത്. അപ്പം ഇതാണ് ഐഷുവിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. നല്ല ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കുട്ടികൾസിനെ ഇങ്ങനെ നല്ല ആകർഷിപ്പിക്കാനുള്ള, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഷുവിന് ഒരുവിധമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ അറിയാം, പക്ഷേ മിനിയൻസിനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മാഷാദ് ബിയർ എന്നൊക്കെ അറിയാം. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള അറിയാവുന്നതാണ്. നമുക്കൊക്കെ ചോട്ടാ ഭീം, പിന്നെ ബെൻടെൻ, മിനിയൻസ് അങ്ങനെയൊക്കെ അറിയാവുന്ന, ടോം ആൻഡ് ജെറി ഇതൊക്കെ നമുക്കറിയാവുന്നു. പിന്നെ ഡോറ ബുജി ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഈ മാഷാദ ബിയറും സ്പോഞ്ചിയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ഐഷുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നുവെച്ചാൽ ഞങ്ങൾ നേരത്തെ വന്നു അവിടെ. അങ്ങനെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുത്തു, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് ചിന്നുത്തായും അവർ വന്നത്, കുട്ടീസും വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞാനും ഒരുക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അതുവരെ ഞാൻ ഒരുക്കിയിട്ടില്ല, മോളെ ഒരുക്കിയില്ല ഞാൻ. കാരണം ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല, ഇവളുടെ ക്ലാസ്സിൽ ആരും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരും കൂടി വന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്തത് കണ്ടപ്പോൾ ഞാനും സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു, അവൾ കുറച്ച് അലങ്കോലം ആക്കുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. ആ മേക്കപ്പ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അവളൊന്നും അലമ്പാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നത് ഐലൈനർ ഇടുമ്പോഴായിരുന്നു. ഐലൈനർ ഇട്ട ഇവൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അവൾക്ക് കണ്ണൊക്കെ ചൊറിയും, അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ഇഷ്ടമല്ല അവൾക്ക് ഐലൈനർ ഇടുന്നത്.
അപ്പം അതെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരം ഞാൻ എന്ത് ചെയ്തു, ഒന്നിങ്ങനെ ഊതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം എന്ന് പറഞ്ഞാൽ നല്ല കുറേ നേരം, അത് ഉണങ്ങുന്നത് വരെ ഞാൻ ഊതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങാനും ഇൻ കേസ് കണ്ണിൻ്റെ അകത്ത് പോയാൽ പിന്നെ പണി കിട്ടും എനിക്ക്. ഒന്നാമത് അത് വാട്ടർ പ്രൂഫാണ്, ഇൻവൈബയുടെ കൊണ്ട് ഒരു ഐലൈനറാണ്. അപ്പം അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് പോകാനും പറ്റത്തില്ല, അത് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം, ഒരുങ്ങി കഴിഞ്ഞപ്പം ഐഷുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐഷുവിനെ കാട്ടി മൂത്തതുള്ള കുട്ടീസൊക്കെ ആയിട്ടോ അവർ വന്നത്. ഐഷു ഒരുങ്ങുന്ന കാണാനും എങ്ങനെയുണ്ടെന്ന് നോക്കാനും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് ഓൺലൈനിൽ നിന്ന് എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കുട്ടീസിനെല്ലാവർക്കും സെയിം ഇതേപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. 5 ഗേൾസ് ആയിരുന്നു, പക്ഷേ 5 ഗേൾസിൽ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെൽക്കം ഡാൻസ് വഴി സ്റ്റാർട്ട് ചെയ്തു. ഐഷു ഈ 3ാമത്തെ ആളാണ് ഐഷു. അവൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടോ. പിന്നെ ഇത് ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത ഒരു ഡാൻസാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറെ ഇടാം. എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. 6 മണിയായപ്പോൾ കഴിഞ്ഞു. നേരെ ചിന്നത്താടെ വീട്ടിൽ പോയി ചായ കുടിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.